ഹായ് ഗായ്സ്, ഇന്ന് നമ്മുടെ ഒരു സൺഡേ വ്ളോഗാണ്. സൺഡേ വ്ളോഗ് പറഞ്ഞാൽ കാര്യമായിട്ട് വ്ളോഗൊന്നുമില്ല, നമ്മളൊരു ഔട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളു. അപ്പം ഞാൻ റെഡി ആവുന്നതിന് മുന്നേ അപ്പോൾ കുറച്ച് അയലയിലൊക്കെ ചിക്കിയിട്ടൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് റെഡിയായി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞങ്ങൾ ബൈക്കിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ആദ്യം നമ്മൾ പോകുന്നത് കോഴിക്കോട് ഹൈലൈറ്റിലാട്ടോ. അപ്പം അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു, ഒരു 3:30-4 മണി സമയം. അപ്പോൾ വീട്ടിൽ നിന്ന് ഞങ്ങൾ നന്നായി ഇറങ്ങി. വഴിയിൽ വെച്ച് ഞങ്ങൾ എന്താ പറയുക, ചെറുതായിട്ടൊന്നും പിണങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് രണ്ടുപേരും മിണ്ടിയിട്ടില്ല. അല്ലെങ്കിൽ രണ്ടുപേരും ഇവിടെ നിന്ന് അതുവരെ എത്തുന്നവരെ സംസാരിച്ചുകൊണ്ടാണ് പോവാറ്. തവണ ഒന്നും മിണ്ടിയില്ല. അവിടെ എത്തുന്നവരെ എനിക്ക് വ്ളോഗ് എടുക്കാനും പറ്റി, അല്ലെങ്കിൽ വ്ളോഗ് എടുക്കാനും പറ്റത്തില്ല. അതാണ് പണ്ടത്തെ ഇതുപോലെയല്ല കേട്ടോ. ഇപ്പോഴത്തെ ബൈപ്പാസുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. പണ്ട് ഞാൻ കുറേ മുന്നേ പോയത് ഏട്ടൻ്റെ കൂടെ. എന്തെന്നാന്ന് വെച്ചാൽ ഏട്ടൻ കഴിഞ്ഞ തവണ ലീവിന് വന്ന സമയത്ത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഓക്കെ, എഡിറ്റിങ് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഗൈസ്, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഏറെക്കുറെ അവിടെ എത്താനായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വന്നതിന് ശേഷം ഇങ്ങനെ പുറത്തൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഗൈസ്. അവളെ ചുമ്മാ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കണം. അപ്പം നമ്മൾ ഏറെക്കുറെയൊക്കെ നമ്മൾ സ്ഥലത്തെത്തി തുടങ്ങി. ഒന്നാമത് സൺഡേ ആയി കഴിഞ്ഞിട്ടാണെങ്കിൽ അധികം പേരും ഹൈലൈറ്റിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ ഷോപ്പിങ്ങും കൂടി കണക്കാക്കിയിട്ടായിരുന്നു പോയിരുന്നത്. പിന്നെ പോയ ഡേ ശരിയല്ലാത്തതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് ഇങ്ങ് പോരുകയാണ് ചെയ്തേ. ഏറെക്കുറെ നമ്മളിവിടെയാണ്, കോഴിക്കോട് ഹൈലൈറ്റ് മാള് വന്നിട്ടുള്ളവർക്ക് അറിയായിരിക്കും. ഓക്കെ, നമ്മളവിടേക്ക് പോയി. ഞാൻ കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം കേട്ടോ ഇങ്ങനെയൊക്കെ എന്തെന്നാണെന്നറിയോ ഹൈലൈറ്റ് പോയത്. എൻ്റെ അച്ഛൻ വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ, അച്ഛൻ ഗൾഫിലായിരുന്നു പണ്ട്. ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങൾ പണ്ട് പോകാറുള്ളത് ഫോക്കസ് മാള്, ബീച്ച്, അങ്ങനെയൊക്കെ. ഞങ്ങളവിടെ എത്തി, വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ എൻ്റെ മുഖം മാറി, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഏട്ടനായിട്ട് ഞാൻ തെറ്റിയതാണല്ലോ. അപ്പം നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണേ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി അവിടേക്ക് പോകും. അതിൻ്റെ ഇടയിൽ കുറേ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒന്നാമത് നമ്മൾ ഇങ്ങനെ നിൽക്കുകയാണെങ്കിലും ഇങ്ങനെ ഒരു സമയത്ത് നിൽക്കാറില്ല, നമ്മൾ കുറച്ചങ്ങ് കയറി പോകാറുണ്ടാവാറ്. ഇന്നൊന്നാമത് ഞാൻ ഏട്ടന് വഴക്കിട്ടത് കൊണ്ട് മാത്രമാണ് താഴെ അവിടെ നിൽക്കുന്നത്. അപ്പം മോക്ക് ഇന്നലെ അതിൻ്റെ തലേ ദിവസം നമ്മൾ എന്താ പറയുക, ചാലിയം ബീച്ചിൽ പോയ സമയത്ത് അവിടെ ഈ വണ്ടിയിൽ ഇങ്ങനെ പോകുന്നത് കണ്ടിട്ട് മോക്ക് റൗണ്ട് അടിച്ചായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് മോക്ക് കയറണം എന്ന് പറഞ്ഞിട്ട് കയറി. പക്ഷേ ഹൈലൈറ്റിൽ ഒരുപാട് സമയം വണ്ടിയിൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോൾ ഭയങ്കര ഹാപ്പിയാണ് ഇക്കാര്യത്തിലൊക്കെ. ഇങ്ങനെ പുറത്ത് പോവുക. ഓക്കെ, അവൾക്ക് കളിപ്പാട്ടത്തിനോടൊന്നും വലിയ ഇതില്ല ഗൈസ്. അവൾക്ക് ഫുഡ്, അതുപോലെ ഇങ്ങനെ ചുമ്മാ കറങ്ങണം, അല്ലാതെ കളിപ്പാട്ടം വാങ്ങിക്കൂട്ടുന്നതിനോട് അവൾക്ക് വലിയ താല്പര്യമില്ല ഇപ്പോൾ. ഒക്കെ ഇനി കുറച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല. കുറച്ച് സമയമായപ്പോൾ അവൾക്കൊരു എന്താണെന്നറിയാം, അൺകംഫർട്ട് പോലെ അവൾക്ക് തോന്നി. എന്താണെന്നറിയോ, ഞാൻ കൂടെ ഉണ്ടായിരുന്നില്ല, ഞാൻ ബാക്കിലായിരുന്നു. അപ്പം അവളിങ്ങനെ നോക്കുന്നുണ്ട്. ഒന്നാമത് പരിചയമില്ലാത്ത ആൾക്കാർ, ഒറ്റയ്ക്ക് അവിടെ എങ്ങാനും പോവാറില്ല. അവളെ കൂടെ എപ്പോഴും ഞാൻ ഉണ്ടാവാറുണ്ട്. അവളെ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് നോക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് സമയമൊക്കെയാണെങ്കിൽ അവൾ ഹാപ്പിയാണ്. കുറേ സമയം അവൾ അതിലിരുന്നപ്പോൾ അവൾക്ക് മടുപ്പായിട്ടുണ്ടേ. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ഗൈസ്.
നമ്മൾ ഇവിടെ നിന്ന് വല്ലാണ്ട് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ നിന്ന് ചെറിയ രീതിയിലൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ ഫറോക്കുള്ള കട്ടൻസ് പോയിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്നായിരുന്നു കേട്ടോ പ്ലാൻ ഉണ്ടായിരുന്നത്. കാര്യമായിട്ട് ഇതിന് വന്നതെന്ന് പറഞ്ഞാൽ മോക്കൊരു ഇതായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇവിടെ വന്നത്. മോളെ ഒന്ന് വണ്ടിക്ക് റൗണ്ട് അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വല്ലാതെ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവൾക്ക് വേണ്ടിയിട്ടൊരു ബർഗർ കൊടുത്തു, പിന്നെ വേറെ ഫലൂദ അങ്ങനെ എന്തൊക്കെയോ കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് കട്ടൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ തിരിച്ച്. ഓക്കെ, നമ്മൾ ഫുഡിൻ്റെ കോർട്ടിലാകെ ബർഗർ, ഒരു മിനി ബർഗറാട്ടോ, ഒരു സിംഗിൾ ബർഗർ പോലത്തെ മോക്ക് വേണ്ടി മാത്രമുള്ള വാങ്ങിയുള്ളൂ. എനിക്ക് ബർഗറിനോട് വലിയ താല്പര്യമില്ല. അപ്പം അവിടുന്ന് ബർഗർ കഴിച്ചു, ഒരു മിനി ഫലൂദ കഴിച്ചു, അങ്ങനെ കുറച്ചൊക്കെ കഴിച്ചു. എന്നിട്ട് നമ്മൾ നേരെ പോയത് കട്ടൻസിൽ മന്തി കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ എത്തിയാൽ അധികം ഐസ്ക്രീം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിക്കാറുണ്ട്. പക്ഷേ മോക്കൊരു ചെറിയ ജലദോഷത്തിൻ്റെയും എനിക്കും ജലദോഷത്തിൻ്റെ അസ്കിതയുള്ളതുകൊണ്ട് കഴിച്ചില്ല. നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ പോയി മന്തി അൽഫാമായിരുന്നു കഴിച്ചത്. അപ്പം അതിന് വേണ്ടി മന്തിയും ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്തിരുന്നത്. അപ്പം നമ്മൾ മയോണൈസ് വന്നപ്പോൾ മയോണൈസിന് അഡിക്റ്റാണ് കേട്ടോ. അപ്പോൾ അവിടെ നന്നാക്കി കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായാലും ഡിസ്ലൈക്ക് ചെയ്യുക. കൂടെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ